നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാലി പ്രൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. വർക്ക് ട്രസ്റ്റ് കമ്പനിയാണ് പേജ് നമ്പർ 12. 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അവിടുന്ന് അങ്ങോട്ട് അല്ലേ, ബാക്കി 16 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇന്നത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. ആ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊന്ന് പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ആൻസർ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. 27,300 അല്ല, 27,300 ഇപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കരുതുന്നു. ഇനി നമുക്കതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ആ ഒരു കമ്പനിയുടെ ബാക്കി ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ കമ്പനി ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ട്രസ്റ്റ് കമ്പനി ഇവിടെ ക്ലിയർ ആണ്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയായിട്ടുള്ള, അതായത് 15 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 29 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഓരോന്നും എങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്ലാൻ ലിസ്റ്റ് കാണാം. പ്ലാൻ ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലി പ്രൈം പ്രാക്ടീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ആ ഒരു പ്ലാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക കേട്ടോ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളും നമുക്ക് ടാലി ഡൗൺലോഡ് മുതൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ നിങ്ങളുടെ എല്ലാതും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ബാലൻസ് ആയിട്ട് നമുക്ക് അടുത്തതായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് 8 ആണ് അല്ലേ. വർക്ക് 8ൽ നമ്മൾ ട്രസ്റ്റ് കമ്പനി ആയിരുന്നു, 15 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാൻഡ് പർച്ചേസ് ചെയ്യുന്നൊരു ഭാഗമായിരുന്നു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബിൽഡിങ് പർച്ചേസ് ചെയ്യാണ്. അതേപോലെ തന്നെ 17 കമ്പ്യൂട്ടർ പർച്ചേസാണ്. അതേപോലെ 18 മെഷീനറി പർച്ചേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിക്സഡ് അസറ്റുകൾ നമ്മൾ ക്യാഷിന് വാങ്ങിക്കുകയാണെങ്കിൽ പേയ്മെൻറ്റിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ബിൽഡിംഗ് ഇവിടെ വാങ്ങുന്നത് 20,000 രൂപക്കാണ്. കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നത് എത്ര രൂപക്കാണ്? 15,000 രൂപക്കാണ്. മെഷീനറി വാങ്ങിക്കുന്നത് 13,000 രൂപക്കാണ്. ഓക്കെ, നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അതെല്ലാം നമ്മൾ പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പേയ്മെൻറ്റ് പോയിട്ട് എടുക്കുകയാണ്. വൗച്ചേഴ്സ് എടുത്തു, പേയ്മെൻറ്റ് എടുത്തു അല്ലേ. എന്താണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബിൽഡിങ് പർച്ചേസ് ചെയ്യാണ് അല്ലേ. ബിൽഡിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. കഴിഞ്ഞ ലാസ്റ്റ് ഏതായിരുന്നു ചെയ്ത് കഴിഞ്ഞത്? ബിൽഡിംഗ് അല്ല, ലാൻഡായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബിൽഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബിൽഡിംഗ് ഓൾറെഡി ഇതിലില്ല, അപ്പോൾ നമ്മൾ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അണ്ടർ ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് കൊടുക്കുന്നു. എത്രയാണ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വർക്കിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. 20,000 ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക. ഓക്കെ, പേയ്മെൻറ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും പേയ്മെൻറ്റ് തന്നെയാണ്, കാരണം അടുത്തായിട്ട് കമ്പ്യൂട്ടറാണ് പർച്ചേസ് ചെയ്യുന്നത് 15,000 രൂപയ്ക്ക്. ഓക്കെ, കമ്പ്യൂട്ടർ ഡെബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 15,000. ഓക്കെ, ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് മെഷീനറിയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് മെഷീനറിയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മെഷീനറി ഫിക്സഡ് അസറ്റ് തന്നെയാണ്. ഫിക്സഡ് അസറ്റ് കൊടുത്തിട്ട് മെഷീനറി നമ്മൾ 13,000 എമൗണ്ട് കൊടുക്കേണ്ടത്. ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക. ഇത്രയും നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഫിക്സഡ് അസറ്റുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു, പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫിക്സഡ് അസറ്റുകളെല്ലാം നമുക്ക് സെയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അടുത്തത്. ഓക്കെ, ഒന്നാമത്തത് സോൾഡ് ഫർണിച്ചർ ബൈ ക്യാഷ് 20,000. 2 ബിൽഡിങ് സോൾഡ് ബൈ ക്യാഷാണ്, 20,000 തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് സോൾഡ് കമ്പ്യൂട്ടർ വിൽക്കുകയാണ് 15,000 രൂപയ്ക്ക്. അതേപോലെ സോൾഡ് മെഷീനറി 13,000. അപ്പോൾ ഇത്രയും വരുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതിലാണ് ചെയ്യേണ്ടത്. ഇത് ഫിക്സഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റിലാണെങ്കിൽ, ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് റെസിപ്റ്റ് എടുക്കാം. F6 റെസിപ്റ്റ് എടുത്തു. ഈ പറഞ്ഞ ഓരോ അസറ്റും നമുക്ക് വിറ്റതായിട്ട് കാണിക്കാം. ഓരോന്നിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ.
അപ്പോൾ നിങ്ങളെ ബുക്കിൽ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ഏതൊക്കെയാണ് ആദ്യം വരുന്നത്? റെസിപ്റ്റിൽ ക്രെഡിറ്റ് ആയിട്ട് ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ടായിരുന്നത്? 20,000. ഓക്കെ, ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ബിൽഡിംഗ് ആണ് സെയിൽ ചെയ്യുന്നത്. ബിൽഡിംഗ് കൊടുക്കുക, 20,000 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ ബിൽഡിംഗ് കൊടുക്കുന്നത്. ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുത്തു, സേവ് ചെയ്തു. നെക്സ്റ്റ് കമ്പ്യൂട്ടറാണ് നമ്മൾ അല്ലേ, കമ്പ്യൂട്ടറാണ് സെയിൽ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ കൊടുത്തു. കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് ആയിട്ട് വരുന്നത് 15,000 ആണ്. ഓക്കെ, 15,000 കൊടുത്തു. ഓക്കെ, ഓരോന്നും കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് 0 വരുന്നുണ്ട് കേട്ടോ. ഓരോ അസറ്റും 0 അവിടെ വരുന്നുണ്ട്, കാരണം നമ്മൾ വാങ്ങിയ അതേ വിലക്കാണ് സെയിൽ ചെയ്ത് പോണത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മെഷീനറിയാണ്. മെഷീനറി നമുക്ക് 13,000 രൂപേൻ്റെ മെഷീനറിയാണ് നമ്മൾ വിൽക്കുന്നത്, അതേ രൂപയ്ക്ക് തന്നെയാണ്. ഓക്കെ, 0 ആയി. ക്രെഡിറ്റ് ക്യാഷ് കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു അല്ലേ. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിക്സഡ് അസറ്റുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് അടുത്തായിട്ട് തന്നിട്ടുള്ളത് 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫുഡ് എക്സ്പെൻസ് പെയ്ഡ് ചെയ്യാണ്. നമുക്കറിയാം ഫുഡ് എക്സ്പെൻസ് പെയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെൻസ് ആണ് അല്ലേ. മാത്രമല്ല അതൊരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷനും കൂടിയാണ്. അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചർ എടുത്തിട്ട് വേണം, അപ്പോൾ വൗച്ചർ നമുക്ക് മാറ്റണം. 1000 രൂപയാണ് ഇവിടെ ഫുഡ് എക്സ്പെൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് എടുത്തു. ഡെബിറ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഫുഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു, 1000 ഇട്ട് കൊടുക്കുന്നു. ക്രെഡിറ്റായിട്ട് ക്യാഷാണ്. അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? 24/4/2022 ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഒരു റെസിപ്റ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ കമ്മീഷൻ റിസീവ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ. അപ്പോൾ വീണ്ടും അതേ ട്രാൻസാക്ഷൻ ഒന്നും കൂടി വന്നതാണ്. 2,000 രൂപേൻ്റെ കമ്മീഷൻ റിസീവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്? റെസിപ്റ്റിലാണ് ചെയ്യുന്നത്. 2,000 രൂപേൻ്റെ കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ നമ്മൾ കമ്മീഷൻ റിസീവ്ഡ് F6 റെസിപ്റ്റ് എടുത്തു. കമ്മീഷൻ റിസീവ്ഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. കമ്മീഷൻ റിസീവ്ഡ് ഇവിടെ ഉണ്ട് 2,000, 2,000 രൂപയാണ് കമ്മീഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് നമ്മൾ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മൾ നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. റെസിപ്റ്റിൽ കാണിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് ജനറൽ എക്സ്പെൻസ് പെയ്ഡ് ചെയ്യാൻ പോകണം. ഓക്കെ, ജനറൽ എക്സ്പെൻസ് ഒന്നും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടില്ല, അവിടെ ഇല്ല, കാരണം നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കി തന്നെ വേണം. പുതുതായിട്ട് വരികയാണ്. അപ്പോൾ പേയ്മെൻ്റ് ആണ്. ജനറൽ എക്സ്പെൻസ് ആണല്ലോ, എന്തായാലും പേയ്മെൻറ്റ് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. നേരെ പേയ്മെൻറ്റ് പോവുക. ജനറൽ എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ജനറൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പൊതുച്ചെലവുകളാണ്. 1,500 നമുക്കതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ക്യാഷാണ്. ഓക്കെ, ജനറൽ എക്സ്പെൻസ് ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വേജ് പെയ്ഡ് ബൈ ക്യാഷ്. ഇത്രയും നമ്മൾ എക്സ്പെൻസ് ചെയ്തതിൽ ഇതുവരെ ഡയറക്റ്റ് എക്സ്പെൻസ് വന്നിട്ടില്ലായിരുന്നു. അത് ആദ്യമായിട്ട് വരാനുണ്ട് ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ അണ്ടറുകൾ മാറാതെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ വേജ് ഇവിടെ പെയ്ഡ് ചെയ്യുന്നത് 120 രൂപയാണ്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റും കൂടി നമുക്ക് പേയ്മെൻറ്റ് കാണിക്കാം. അപ്പോൾ വേജ് പെയ്ഡ്. ഓക്കെ, വേജ് പെയ്ഡ് ചെയ്ത കണക്ക്. ഓക്കെ, വേജ് പെയ്ഡ് എന്ന് കൊടുത്തു. അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, മാറിപ്പോവരുത്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, 120 അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ്? നമുക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസ്. അപ്പോൾ അത് വീണ്ടും ഒരു ഡയറക്റ്റ് എക്സ്പെൻസും കൂടി വരികയാണ്. അത് പേയ്മെൻറ്റിൽ 600. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് മാനുഫാക്ചറിങ് വരുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. എമൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ എത്രയാണ്? 600 വരുന്നത്. ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. ഇനി ലോഡിങ് ആൻഡ് അൺലോഡിങ് അല്ല അടുത്തത്. ലോഡിങ് ആൻഡ് അൺലോഡിങ് അതും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം ഈ പർച്ചേസിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ കൂടെ വരുന്ന എക്സ്പെൻസുകളൊക്കെ എപ്പോഴും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ 2,300 നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പേയ്മെൻ്റ് എടുക്കുക. നമുക്ക് ലോഡിങ് ആൻഡ് അൺലോഡിങ് അല്ലേ, ലോഡിങ് ആൻഡ് അൺലോഡിങ്, കയറ്റും വെക്കാനും ഇറക്കി വെക്കാനൊക്കെ ഉള്ള ചിലവ്, അൺലോഡിങ് ചാർജ്. ചുവട്ടുകൂലി നമുക്ക് പറയാം അല്ലേ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എമൗണ്ട് 2,300. ഓക്കെ, ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക, സേവ് ചെയ്യാം. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷനാണ്. നമുക്ക് ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എത്ര ലോസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ഒരു കോൺട്രാ എൻട്രിയാണ്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കോൺട്രയിലാണ് വരിക. അപ്പോൾ F4 അടിച്ചു.
F4 അടിച്ച ശേഷം നമ്മൾ ക്രെഡിറ്റായിട്ട് ബാങ്കിനെ കൊടുക്കും. കാരണം ഡെപ്പോസിറ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ ക്രെഡിറ്റായിട്ട് നമ്മൾ ക്യാഷിനെയാണ് കൊടുക്കേണ്ടത്. ക്യാഷാണല്ലോ പോണത്. 5000 ആണ് പറയുന്നത്. അപ്പോൾ 5000 കൊടുത്തിട്ട് ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഡെബിറ്റായിട്ട് ബാങ്കിനെയാണ് കൊടുക്കേണ്ടത്. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കറൻസിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമ്മളൊന്നും കൊടുക്കേണ്ട, നേരെ എൻ്റർ ചെയ്ത് പോയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. നമുക്കിനി ഇതിൻ്റെ ആൻസർ കാണിക്കാം. ഓക്കെ, നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്താൽ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ. നോക്കിക്കോളാം. 23,780 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കാം, ഇത്രയും ചെയ്തിട്ട്. കാരണം അതൊന്ന് പിന്നെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കി നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. കറക്റ്റായിട്ട് വേണം. ഡയറക്റ്റ് എക്സ്പെൻസുകൾ 3020 ഉണ്ട്. അതേപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ 36,500 വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ഒന്നും വന്നിട്ടില്ല, കാരണം സെയിലൊന്നും ഇതിൽ നടക്കുന്നേ ഇല്ല. പിന്നെ തന്നിട്ടുള്ളത് ഇൻഡയറക്റ്റ് ഇൻകംസ് ആണല്ലേ. അപ്പോൾ അതും കറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ 63,300 വരുന്നുണ്ട്. ടോട്ടലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 63,300 ഇതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് 23,780. നമ്മൾ ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു. കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ലാൻഡ് മാത്രമേ ഇപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ സെയിൽ ചെയ്യാത്തായിട്ടുള്ളൂ. കാരണം ലാൻഡ് ഇതിൽ വിറ്റ് പോകുന്നുണ്ടോ? ലാൻഡ് സെയിലായി വന്നിട്ടില്ല അല്ലേ. ലാൻഡ് വിൽക്കുന്നേ ഇല്ല. ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. 40,000 രൂപേൻ്റെ ലാൻഡ് ഇപ്പോഴും നമ്മളെ അടുത്ത് ഇതേപോലെ കിടക്കുകയാണ്. വിറ്റാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ എമൗണ്ട് വരാൻ പാടില്ല. അപ്പോൾ എമൗണ്ട് വന്നിട്ടില്ല ബാക്കിയുള്ളതിനൊന്നും. ഇത് നമ്മൾ സെയിൽ ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഇതും കൂടി സെയിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എമൗണ്ട് 0 ആയിട്ട് വന്നിരുന്നു. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ബാലൻസ് 39,9780 അല്ലേ. അതായത് 3,29,780. ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ 14,000 രൂപയാണ് ബാലൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുക. ഓക്കെ ആണല്ലോ. അതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വർക്കുമായിട്ട്, അതായത് വർക്ക് 9 അല്ല, അടുത്ത വൗച്ചർ ട്രാൻസാക്ഷൻ്റെ വർക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.